സിറാജ് ലൈവിലേക്ക് സ്വാഗതം. സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന 3ാം കേരള യാത്ര ഇന്നിതാ ഇവിടെ കാസർകോട്ട് തുടങ്ങുകയാണ്. ഇവിടെ കാസർകോട്ട് ചെർക്കളയിലാണ് ആദ്യത്തെ സ്വീകരണ കേന്ദ്രം. ഉദ്ഘാടന സമ്മേളനം നടക്കുന്ന ചെർക്കളയിലെ നഗരിയിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകരോടൊപ്പം ചേരുന്നത്. ആദ്യ സ്വീകരണ കേന്ദ്രമായ ചെർക്കള നൂറുൽ ഉലമ MA ഉസ്താദ് നഗറിലാണ് യാത്രയുടെ ഉദ്ഘാടന സമ്മേളനം. ഉച്ചയ്ക്ക് 12:30 ഉള്ളാൾ ദർഗയിൽ സിയാറത്ത് നടത്തിയ ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാരും കേരള യാത്രാ സമിതി ചെയർമാൻ കുമ്പോൾ KS ആറ്റക്കോയ തങ്ങളും ജാഥാ നായകൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് പതാക കൈമാറും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുമാണ് ഉപനായകർ. സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സമുന്നതരായ 40 നേതാക്കൾ യാത്രയിലുണ്ടാകും. 2:30 ജില്ലാ അതിർത്തിയായ തലപ്പാടിയിൽ കേരള യാത്രാ സാരഥികളെ കാസർഗോഡ് ജില്ലാ നേതാക്കൾ സ്വീകരിക്കുന്നത്. അതിനുശേഷം ദേശീയപാത വഴി നീളുന്ന യാത്രയെ 4 മണിക്ക് ചെർക്കളക്ക് സമീപം വെച്ച് 313 അംഗ സെന്റണറി ഗാർഡിന്റെ നേതൃത്വത്തിൽ നഗരിയിലേക്ക് സ്വീകരിച്ചാനയിക്കും. 5 മണിക്ക് തുടങ്ങുന്ന പൊതുസമ്മേളനം രാത്രി 9 സമാപിക്കും. വിവിധ വിഷയ അവതരണവും മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരുടെ പ്രഭാഷണങ്ങളുമെല്ലാം ഈ പരിപാടിയിൽ നടക്കും. സമ്മേളനത്തിനെത്തുന്ന ആയിരങ്ങളെ വരവേൽക്കാൻ നഗരിയിലും പരിസരത്തും വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 100 പേർക്ക് ഇരിക്കാവുന്ന ആധുനിക സൗകര്യങ്ങളോടെയുള്ള കൂറ്റൻ സ്റ്റേജ് എനിക്ക് പിന്നിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. അടുക്കി വെച്ച പുസ്തക മാതൃകയിൽ നൂറുൽ ഉലമ MA ഉസ്താദിന്റെ രചനാലോകത്തേക്ക് മിഴി തുറക്കുന്ന പ്രവേശന കവാടം ഏറെ ആകർഷണീയമാണ്. സിറ്റിസൺ നഗർ മുതൽ കെട്ടുകല്ല് വരെ പാർക്കിങ്ങിനുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മുള്ളേരിയ റോഡിലും ബേബിഞ്ച റോഡിലും വിവിധ സ്ഥലങ്ങളിലുമെല്ലാം പാർക്കിങ്ങിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 300 അംഗ വളണ്ടിയർ വിങ്ങിന്റെ സേവനവും പ്രയോജനപ്പെടുത്താനാകും. Waytonikah.com, the exclusive Muslim matrimonial site.